ഈ കഥ ഞാൻ പറയാം. ഒരു നാട്ടിലൊരച്ഛനുണ്ടായിരുന്നു, പേര് മുരുകേശൻ. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും കൂടാതെ രണ്ട് കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒന്ന് ക്രിക്കറ്റ്, മറ്റൊന്ന് കൃഷി. ഒരു കാലഘട്ടത്തില് ഇന്ത്യയിൽ ഇത് രണ്ടും പ്രതിസന്ധിയിലായിരുന്നു. അപ്പോഴാ ക്രിക്കറ്റിനെ രക്ഷിക്കാൻ ഗാംഗുലി വന്നത്. ഗാംഗുലിക്ക് ശേഷം ധോണി വന്നത്. ധോണി കഴിഞ്ഞ് കോഹ്ലി വന്നത്. എന്തിന്? ആ അച്ഛന്റെ മകള് പോലും ക്രിക്കറ്റിനെ രക്ഷിക്കാൻ രംഗത്തിറങ്ങി. എന്നാൽ കൃഷിയെ രക്ഷിക്കാൻ ഇറങ്ങിയ മുരുകേശനെ രക്ഷിക്കാൻ മാത്രം ആരും വന്നില്ല. മുരുകേശനെ കൊണ്ട് കൃഷിയെ രക്ഷിക്കാനായില്ല, കൃഷിയെ കൊണ്ട് മുരുകേശനെ രക്ഷിക്കാനായില്ല. ജീവിതത്തോട് പോരാടിയിരുന്ന അദ്ദേഹം ദാരിദ്ര്യത്തോട് പോരാടാൻ ആരംഭിച്ചു. ആദ്യം ഞാൻ ക്രിക്കറ്റ് എന്റെ അച്ഛന്റെ മുഖത്തായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് എന്റെ അച്ഛൻ തെരുവിലിരുന്നാ കാണുന്നത്. ഒരാളുടെ വിജയം ഈ ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ അയാളുടെ വീട്ടിൽ സന്തോഷമില്ലെങ്കിൽ ആ ആഘോഷത്തിന് ഒരർത്ഥവുമില്ല. ഈ ബാങ്കിൽ നിന്നാണ് എന്റെ അച്ഛൻ കടം വാങ്ങിയത്. എത്ര രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ കാശ് കൊണ്ട് ആ കടം വീട്ടാനാകുമെന്ന് എനിക്കറിയാം. ഈ കാശ് നിങ്ങൾ തന്നെ എടുത്തോളൂ. എന്റെ അച്ഛൻ ആ വീട് മാത്രം തിരിച്ചു കൊടുക്കൂ. ഒരുപക്ഷെ ഭക്ഷണം നന്നായ അത് തയ്യാറാക്കിയവരെ അഭിനന്ദിക്കുന്ന നമുക്ക് അത് വിതച്ചവരെ രക്ഷിക്കണമെന്ന് ഒരിക്കലും തോന്നാറില്ല. ഒരു കളിയെ സീരിയസ് ആയി കാണാൻ സാധിക്കുന്ന നമുക്ക് കൃഷിയെ കളിയായി പോലും കാണാൻ സാധിക്കില്ലെന്നാ പറയുന്നത്. ഒരു നാട്ടിൽ ഒരു കർഷകൻ പരാജയപ്പെട്ട അത് കർഷകന്റെ മാത്രം പരാജയമല്ല, വിശക്കുമ്പോ ആഹാരം കഴിക്കുന്ന ഓരോരുത്തരുടെയും പരാജയമാണ്. ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയെ ജയിപ്പിക്കുന്നതിന് ഞങ്ങൾ 11 പേരുണ്ട്. കൃഷി ചെയ്യുന്ന ഇന്ത്യയെ രക്ഷിക്കുന്നതിനായി ഇവിടെ എത്ര പേരുണ്ട്? ജയ് ഹിന്ദ്.